changes around like an ocean in my head. I can almost feel you walking in the distance, but I know that it's not reality. If you are echoing around inside these parallel dimensions all alone, know I'll find you in my dreams. നാമത്തിലാമേനീശോ സ്വർഗസ്നേഹയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞ അമ്മയെ സുസ്ഥി, കർത്താവ് അമ്മയുടെ കൂടെ സകലം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വസിക്കുന്നവനും സ്വർഗ്ഗത്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000-ങ്ങളും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.
Ning
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അറിയുന്ന പ്രകാരത്തിൽ നരിച്ച നിഷ്ഠാനമൊക്കെ മാർഗദീപമായിരിക്കട്ടെ. സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായി ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുന്നു. ഭാര്യമാരിൽ നിങ്ങൾ കർത്താവേ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുന്നു. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരയ്ക്കുകയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും കൊണ്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയുടെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 19-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ ചെന്നവരെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു വരുന്നു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അലസങ്ങൾ വായിച്ചിട്ടില്ല. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ടോണി ബ്ലസി, ബെല്ലിൻ അന്ന, നിങ്ങൾക്ക് 4 പേർക്ക് ഇവിടെ സന്നിഹിതരായിരുന്ന അവരുടെയും പേരിൽ പലവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങളോടൊപ്പം അത് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ എല്ലാവരുടെയും പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിവാഹ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ വായിച്ചത്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹ ജീവിതം പല രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെടാറുണ്ട്. അതിന് പിന്നിൽ പലരും പ്രവർത്തിക്കാറുണ്ട്. എങ്കിലും അതിനെ ആകത്തുകയായിട്ട് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് 2 വ്യക്തികളെ ഒരുമിച്ച് ചേർന്നതിന് പിന്നിൽ ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനുമാണ്. ടോണിയുടെയും ബ്ലസ്സിയുടെയും ബെല്ലിന്റെയും അനിയുടെയും ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുമിച്ച് കടന്നു പോയിട്ടുള്ള ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ വഴികൾ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഇവർക്ക് 4 പേർക്കും ആകട്ടെ എന്ന് ഈ വിശുദ്ധ ബലിയുടെ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം സ്നേഹത്തിന്റെ ഉദാശയാണ്. സ്നേഹം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്കറിയാം. അത് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കി മാറ്റാനായിട്ട് സാധിക്കും. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഉള്ളിൽ സ്നേഹമുണ്ട്, അത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പങ്കുവയ്ക്കപ്പെടുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിന് അർത്ഥമില്ല. കുടുംബജീവിതമാക്കുന്ന ആ ബലിവേദിയിൽ ജീവിത ഉത്തരവാദിത്തങ്ങളോടൊപ്പം അതിൻ്റെ ആ ഒരു നന്മകൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് ഇവർക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പ്രണയം ശരിക്കും ആരംഭിക്കേണ്ടത് വിവാഹത്തിന് മുമ്പല്ല, വിവാഹത്തിന്റെ അന്നാണ്. മുൻപോട്ടുള്ള ദിവസങ്ങൾ ഇതിനു മുമ്പ് എന്തുമാത്രം പരസ്പരം കേൾക്കാനും കാണുവാനും ഒക്കെ ഇവർ ആഗ്രഹിക്കുകയും ഒതുക്കുകയും ഒക്കെ ചെയ്തു. അത് മുൻപോട്ടുള്ള നാളുകളിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് നിറവേറ്റാനായിട്ട് ഇവർക്ക് സാധിക്കും. ജീവിതം നമുക്ക് സന്തോഷവും സംതൃപ്തിയും നിലനിർത്തി മാറ്റാനായിട്ട് സാധിക്കും. ഈ 4 ചെറുപ്പക്കാർ 2 കുടുംബങ്ങൾക്ക് ഈ വിശുദ്ധ ബലി നിമിഷങ്ങളിൽ രൂപം നൽകുമ്പോൾ സന്തോഷിക്കുന്നു, നാം സന്തോഷിക്കുന്നു. നല്ലവരായിരിക്കും നമുക്ക് നന്ദി പറയാം. പ്രധാനോട് ചേർന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഇവർക്ക് 4 പേർക്ക് വിവാഹത്തിലുള്ള എല്ലാവിധ നന്മകളും ഏറെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷകളുടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വപാത്രയും തീർന്നിടവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ വരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുത്തരങ്ങളിൽ പങ്കെടുത്തവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ഭാര്യാഭർത്താക്കളാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശ
യോഗ്യതയോടുള്ള പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. വിളിക്കപ്പെടുന്ന ജോൺ മിശിഹായുടെ നിയമവും സ്വന്തം മനസ്സോടും പൂർണ്ണമായ സമൃദ്ധത്തോടും കൂടി ബ്ലെസ്സിംഗ് എന്ന് വിളിക്കപ്പെടുന്ന മറിയത്തെ ഒരു ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ബ്ലെസ്സിംഗ് എന്ന് വിളിക്കപ്പെടുന്ന മറിയം മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമൃദ്ധത്തോടും കൂടി ടോണി എന്ന് വിളിക്കപ്പെടുന്ന ജോണിനെ എൻ്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പരസ്പരം ചേർത്തുകൊണ്ടിരിക്കുന്നു. അപരാധങ്ങളെയും സുഖാക്കനെയും യാക്കോബിൽ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭ പതിവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിന്റെ സ്നേഹത്തിൽ വധുവിന്റെ താരി ദയാപൂർവം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശുദ്ധ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവായ ദൈവമേ, കുടുംബജീവിത പ്രാർത്ഥനയുടെ പ്രധാനത്തെ സ്മരിപ്പിക്കണം. ഈ ജപമാലകളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുശ്വസ്ത മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവനായ കർത്താവേ, ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടി പരിശുദ്ധ സഭയെ മൗത്തിൽ സന്തരിപ്പിച്ച കർത്താവേ, ലോകത്ത് നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൗത്തിൽ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ വരുന്നവരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സർവശക്തനായ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരിച്ചുപിടിച്ച ശിരസ്സായ മിശിഹായോട് നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനവും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സമൃദ്ധിയുമോട് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ ഹൃദയത്തിനോ
വെളിച്ചത്തിന്റെ ഫലങ്ങളെ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായി ഇവരെ ഒന്നിപ്പിച്ച പരിപാടിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ നിമതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിനെയും തിരുക്കുടുംബത്തിന് നായകനായ യോസേഫിനെയും മാധ്യസ്ഥരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമേ. സകലത്തിന്റെയും പ്രാർത്ഥനകളെ സഹായിക്കുമാറാകുക. സകലത്തിന്റെയും നാഥായ എന്നേക്കും. എപ്പോഴും
ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇങ്ങനെ ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴും ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാം.
മാറ്റിടും ചന്തമേറുന്ന ദൈവമേ കേഴുവാൻ മാവിലാശവീശുന്ന മോഹനാദിവ്യദാനമേ പരിശുദ്ധാത്മാവേ നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദൈവദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവ